أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറത്തുൽ ഖമറിലെ 33-ാമത്തെ ആയത്ത് കസ്സബത് ഖൗമു ലൂത്തിൻ ബിന്നുദുർ. ലൂത്ത് നബിയുടെ ജനതയുടെ നാശത്തെ പറ്റിയാണ്. കസ്സബത്ത് കളവാക്കി ഖൗമു ലൂത്തിൻ, ലൂത്തിന്റെ ജനത ബിന്നുദുരി താക്കീതുകളെ കളവാക്കി. കസ്സബത്ത് എന്ന് വെച്ചാൽ വ്യാജമാക്കി. ഖൗമു ലൂത്തിൻ, ലൂത്തിന്റെ ജനത ബിന്നുദുരി താക്കീതുകളെ അല്ലെങ്കിൽ താക്കീതുകാരെന്ന് പറയും. അപ്പൊ അള്ളാഹ് എങ്ങനെയാണ് ശിക്ഷിച്ച? ഇന്നാ അർസൽനാ അലൈഹിം ഹാസിബൻ ഇല്ലാ ആല ലൂത്ത് നജ്ജൈനാഹും ബിസഹർ. ഇന്നാ അർസൽനാ അലൈഹിം, നാം തീർച്ചയായും അവരുടെ മേൽ അയച്ചു ഹാസിബൻ, കല്ലുകൾ. അപ്പൊ ഹാസിബിനെ അയച്ചു. ഹാസിബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചരൽ കാറ്റ് എന്നാണ് അല്ലെ. ഹാസിബിനെ അയച്ചു. ഇല്ല ആല ലൂത്തിൻ, ലൂത്തിന്റെ കുടുംബത്തിനൊഴികെ അവരുടെ മേൽ നാം ചരൽക്കാറ്റിനെ അയച്ചു. നജ്ജൈനാഹും ബിസഹർ, അവരെ നാം രക്ഷപ്പെടുത്തി. ലൂത്തിന്റെ കുടുംബത്തെ നാം രക്ഷപ്പെടുത്തി. ബിസഹറിൻ, സഹറിൻ രാത്രിയുടെ അന്ത്യത്തിൽ, നമ്മൾ അത്തായ സമയം എന്നൊക്കെ പറയില്ല, ആ സഹറിൽ നാം അവരെ രക്ഷപ്പെടുത്തി. മറ്റുള്ളവരെല്ലാം നാം എന്ത് ചെയ്തു? ചരൽക്കാറ്റയച്ചു, നശിപ്പിച്ചു അല്ലെ. അപ്പൊ നിഅമതം മിൻ ഇൻദിനാ, നിഅമതം മിൻ ഇൻദിനാ കദാലിക നജ്സി മൻ ശക്കർ. ഇങ്ങനെ ലൂത്തിനെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തിയത് നിഅമതം മിൻ ഇൻദിനാ, അത് നമ്മുടെ പക്കലിൽ നിന്നുള്ള അനുഗ്രഹമായിട്ട് ചെയ്തതാണ്. കദാലിക നജ്സി മൻ ശക്കർ, ഇപ്രകാരം നന്ദി ചെയ്യുന്നവർക്ക് നാം ഇപ്രകാരം പ്രതിഫലം നൽകും. വലഖദ് അൻദറഹും ബത്ശതനാ ഫതമാറൂ ബിന്നുദുർ. വലഖദ് അൻദറഹും, അല്ലാഹു തീർച്ചയായും അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബത്ശതന, അൻദറഹും എന്ന് വെച്ചാൽ ആര് മുന്നറിയിപ്പ് നൽകി? ലൂത്ത് നബി മുന്നറിയിപ്പ് നൽകി. ആ ബത്ശതന, നമ്മുടെ കടുംപിടുത്തത്തെ പറ്റി അവർക്ക് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഫതമാറൂ, അപ്പോൾ അവർ എന്ത് ചെയ്തു? തർക്കിച്ചു. ബിന്നുദുരി, താക്കീതുകളെ അവർ എന്ത് ചെയ്തു? തർക്കിച്ചു. അപ്പോൾ അവർ തർക്കം നടത്തി, താക്കീതുകളെ കുറിച്ച് തർക്കം നടത്തി. അവർ എന്ത് ചെയ്തില്ല? അവർ അതിനെ ഉൾക്കൊണ്ടില്ല. വലഖദ് റാവദൂഹു അൻ ളൈഫിഹി ഫതമസ്നാ അയുനഹും ഫദൂഖു അദാബി വനുദുർ. വലഖദ് റാവദൂഹു, വലഖദ് റാവദൂഹു അൻ ളൈഫിഹി. റാവദൂഹു എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അൻ ളൈഫിഹി, അദ്ദേഹത്തിന്റെ ലൈഫിനെ, അദ്ദേഹത്തിന്റെ അതിഥികളെ വിട്ടുകിട്ടാൻ ആവശ്യപ്പെട്ടു. അവർ ചെയ്യുന്ന അക്രമത്തിന് വേണ്ടി. അങ്ങനത്തെ സമുദായമായിരുന്നു. ഫതമസ്നാ അയുനഹും, അപ്പോൾ നാം എന്ത് ചെയ്തു? അവരുടെ കണ്ണുകൾ നാം തുടച്ചു നീക്കി. അവരുടെ കണ്ണുകളെ നാം തുടച്ചു നീക്കി കളഞ്ഞു. ഫദൂഖു, എന്നിട്ട് നാം അവരോട് പറഞ്ഞു, ഫദൂഖു അദാബി വനുദുർ, നിങ്ങൾ എൻ്റെ ശിക്ഷയും എൻ്റെ താക്കീതും ആസ്വദിച്ചു കൊള്ളുക എന്ന് അവരോട് പറഞ്ഞു. വലഖദ് സബ്ബഹഹും ബുക്റതൻ അദാബുൻ മുസ്തഖിർ. വലഖദ് സബ്ബഹഹും ബുക്റതൻ അദാബ് മുസ്തഖിർ, തീർച്ചയായും അദാബ് മുസ്തഖിർ എന്ന ഉറച്ചു നിൽക്കുന്ന, നീങ്ങിപ്പോകാത്ത ശിക്ഷ. ബുക്റത്തൻ, പ്രഭാതത്തിൽ. സബ്ബഹും, അവർക്ക് ബാധിച്ചു. പ്രഭാതത്തിൽ അവർക്ക് എന്താ ചെയ്തു? ബാധിക്കുകയും ചെയ്തു. ഉറച്ചതായ ശിക്ഷ. ഫദൂഖു അദാബി വനുദുർ, അവരോട് പറയപ്പെട്ടു. ഫദൂഖു അദാബി വനുദുർ, എന്റെ ശിക്ഷയും എന്റെ താക്കീതുകളും നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുവിൻ എന്നവരോട് പറയപ്പെട്ടു. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി, ഖുർആനിനെ നാം ഓർമ്മിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി എളുപ്പമാക്കിയിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ, ആ ഓർമ്മിച്ച് മനസ്സിലാക്കുന്ന വല്ലവരും ഉണ്ടോ? ഇനി അടുത്തത് 41 മുതൽ
ഫിർഔനിന്റെ ജനതയെ പറ്റി പറയുന്നു. അപ്പൊ നമ്മൾ ലൂത്ത് നബിയുടെ ജനതയുടെ നാശത്തെ പറ്റി അത് തഫ്സീർ ഇബ്നു കസീർ അത് എന്ത് ചെയ്യാ, അതില് നമുക്ക് എന്ത് ചെയ്യാം, അത് വ്യക്തമായി പറയുന്നു. അവിടെ എന്താ യഖൂലു തആല മുഖ്ബിറൻ, അല്ലാഹു പറയുകയാണ് ലൂത്തിന്റെ ലൂത്തിന്റെ കൗമിനെ പറ്റി. കൈഫ കദ്ദബു, എങ്ങനെയാണ് അവർ റസൂലഹും അവരുടെ റസൂലിനെ കളവാക്കിയത്, വഖാലഫ അവരെങ്ങനെയാണ് അദ്ദേഹത്തോട് എതിരായത്, വർത്തഖബുൽ മക്രൂഹ അവർ പ്രവർത്തിച്ചാൽ മക്രൂഹ വെറുക്കപ്പെട്ട കാര്യം, മിൻ ഇത്തിയാനി ദുക്കൂരി അവരെന്ത് ചെയ്യും, പുരുഷന്മാരുടെ അടുത്ത് ചെല്ലും. അതായത് അവർക്ക് സ്ത്രീകളെ വേണ്ടായിരുന്നു, വിവാഹം കഴിക്കാൻ സ്ത്രീകളെ വേണ്ടായിരുന്നു. വഹിയൽ ഫായിഷത അല്ലത്തി ലം യസ്ബിഖുഹും ബി അഹദൻ മിനൽ ആലമീൻ, ലോകത്തിൽ ഒരാളും അങ്ങനെ മുമ്പ് ചെയ്തിട്ടില്ല. ആ ഒരു മോശത്തരമാണ് ഈ ജനത ചെയ്തത്. വലിഹാദ ഇക്കാരണത്തിന് വേണ്ടി അഹ്ലക്കഹുമുല്ലാഹു, അള്ളാഹു അവരെ നശിപ്പിച്ചു. ഹലാക്കൻ ലം യഹ്ലികു ഉമ്മത്തൻ മിനൽ ഉമം, ഒരു സമുദായത്തെ നശിപ്പിക്കൽ അള്ളാഹു അവരെ നശിപ്പിച്ചു. അതെങ്ങനെ നശിപ്പിച്ചു? ഫഇന്നഹു തആല അമറ ജിബ്രീൽ, അള്ളാഹു ജിബ്രീലിനോട് കൽപ്പിച്ചു അലൈഹിസ്സലാമിനോട്, ഫഹമല മദായിനഹും അവരുടെ മദായിനെ അള്ളാഹ് എന്ത് ചെയ്തു, അപ്പൊ ജിബ്രീൽ ചുമന്നു. അങ്ങനെ ഹത്താ വസല ബിഹില അനാനസമായി ആകാശത്തിലേക്ക് അതിനെ ഉയർത്തി. സുമ്മ ഖലബഹാനി, പിന്നെ അതിനെ അവരുടെ മേൽ മറിച്ചിട്ടു. വാർസല മറിച്ചുകൊണ്ട് അവരുടെ മേൽ തന്നെ ഇട്ടു. വഉത്ബിഅത് ബി ഹിജാറത മിൻ സിജ്ജീൽ മംഗൂദ്, അല്ലേ, ചുട്ടുപഴുത്ത കല്ലുകളെ കൊണ്ട് അവരെന്ത് ചെയ്തു, അവരെ എറിയപ്പെട്ടു. വലിഹാദ ഇതിനു വേണ്ടി കാലം അള്ളാഹു പറഞ്ഞു, ഇവിടെ പറഞ്ഞല്ലോ ഇന്നാ അർസൽനാ അലൈഹിം ഹാസിബ എന്ന് പറഞ്ഞല്ലോ, എന്നാ അവരുടെ മേൽ ചരൽക്കാറ്റുകളെ അയച്ചു. വഹിൽ ഹിജാറത് കല്ലാണ്. പക്ഷെ ഇല്ലാല ലൂത്തിന്റെ ജനതയെ ലൂത്തിന്റെ കുടുംബത്തിന് വഴി നജ്ജൈനാഹും ബിസ്സഹർ, അവരെ നാം രക്ഷപ്പെടുത്തി, അവരെ നാം സഹറിൽ രാത്രിയുടെ അന്ത്യസമയത്ത് നാം അവരെ രക്ഷപ്പെടുത്തി. ഈ ഖറജു മിൻ ആഖിറിൽ ലൈലിന, രാത്രിയുടെ അന്ത്യത്തിൽ അവർ പുറപ്പെട്ടു. അങ്ങനെ ഫനജൗ അവർ മിമ്മാ അസാബ ഖൗമുഹും, അവർ രക്ഷപ്പെട്ടു. മിമ്മാ ഒന്നിൽ നിന്നും അസാബ ഖൗം അവരുടെ ജനതയ്ക്ക് സംഭവിച്ച അപകടത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. വല യുഅ്മിൻ ബി ലൂത്തിൻ മിൻ ഖൗമി അഹദൻ വലാ റജുലുൻ വാഹിദുൻ ഹത്താ വലംറഅതുഹു, വല യുഅ്മിൻ ബി ലൂത്തിനെ കൊണ്ട് വിശ്വസിച്ചില്ല മിൻ ഖൗമി അദ്ദേഹത്തിന്റെ ജനതയിൽ നിന്ന് അഹദൻ ഒരാളും, വലാ റജുലുൻ വാഹിദുൻ ഒരു മനുഷ്യനും വിശ്വസിച്ചില്ല, ഹത്താ വലംറഅതുഹു അദ്ദേഹത്തിന്റെ ഭാര്യ വരെ വിശ്വസിച്ചില്ല. അസാബഹ ആ ഭാര്യക്കും സംഭവിച്ചു, മാ അസാബ ഖൗമഹ അദ്ദേഹത്തിന്റെ ജനതയ്ക്ക് സംഭവിച്ചത് ഭാര്യക്കും സംഭവിച്ചു. അങ്ങനെ ഭാര്യയും ആ അപകടത്തിൽപ്പെട്ടു. വഖറജ നബിയുല്ലാഹി ലൂത്ത് വബനാതുഹു ലഹു മിൻ ബൈനി അളുഹുരിഹിം സാലിമുൻ ലം യംസസു സൂവൻ, ലൂത്ത് നബിയും അദ്ദേഹത്തിന്റെ പെൺമക്കളും അവർക്കിടയിലൂടെ രക്ഷപ്പെട്ടു, അവരെ ഒരു അപകടവും ബാധിച്ചില്ല. വലിഹാദ ഖാല തആല ഇതിനുവേണ്ടി അല്ലാഹു പറഞ്ഞത് കദാലിക നജ്സി മൻ ശക്കർ, നന്ദി ചെയ്യുന്നവർക്ക് നാം ഇപ്രകാരം പ്രതിഫലം നൽകുമെന്നുള്ള പറഞ്ഞില്ലേ, അത് അതിനെപ്പറ്റിയാ പറഞ്ഞത്. വലഖദ് അൻദറഹും ബത്ശതന, വലഖദ് കാന ഖബലഹു വലഖദ് അൻദറഹും ബത്ശതന എന്ന് വെച്ചാൽ വലഖദ് അൻദറഹും ലൂത്ത് നബി അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബത്ശതന നമ്മുടെ ഭയാനകമായ കടുംപിടുത്തത്തെ പറ്റി, നമ്മുടെ ശിക്ഷയെപ്പറ്റി. വലഖദ് കാന ഖബലഹുൽ അദാബി ബിഹിം അവരില് ശിക്ഷ ഇറങ്ങുന്നതിന് മുമ്പ് കഥാന്തറഹും ബാസല്ലാഹ് അള്ളാഹിന്റെ ശിക്ഷയെപ്പറ്റി അദ്ദേഹം അവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വാദാബഹു ഫമൽ തഫതു ഇലാ ദാലിക അവർ അതിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. വലാസുഖയിലേഹി അവർ അതിലേക്ക് ശ്രദ്ധിച്ചൊന്നുമില്ല. ബൽ ശക്കൂ ഫീഹി അവർ അതിൽ സംശയിക്കുകയും തമാറു ഫീഹി അവർ തർക്കിക്കുകയാണ് ചെയ്തത്. വലഖദ് റാവദു പറഞ്ഞു, വലഖദ് റാവദു അൻ ലൈഫിഹി എന്ന് പറഞ്ഞല്ലോ, ഇവിടെ എന്താ ദാലിക്കത് വലഖദ് റാവദൂഹു അവർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അൻ ലൈഫിഹി എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ അതിഥികളെ ആവശ്യപ്പെട്ടു എന്നല്ലേ. വദാലിക്കത് ലൈലത്തൻ വറദ അലൈഹിൽ മലായികത്തു മലക്കുകൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന സമയത്താണ്. മലക്കുകൾ ഏതൊക്കെ? ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, ഈ മൂന്ന് മലക്കുകളും ചെന്നു. ഫീ സൂറത്തി ശബാബിൻ മുറദി ബാലന്മാരുടെ രൂപത്തിൽ, ഹിസാനി ഭംഗിയുള്ള ബാലന്മാരുടെ രൂപത്തിൽ ചെന്നു. അമ്രതുകളുടെ രൂപത്തിൽ യുവാക്കളായിട്ട് ചെന്നത്. അത് മിഹ്നത മിനല്ലാഹി ബിഹിം അവരെ കൊണ്ട് അല്ലാഹ്
അത് പരീക്ഷണമായിട്ടാണ്, അവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഫാലാഫഹു ലൂത്ത് അലൈഹിസ്സലാം, ലൂത്ത് അലൈഹിസ്സലാം അപ്പോൾ അവരെ സൽക്കരിച്ചു. അപ്പൊ എന്ത് സംഭവം ഉണ്ടായി? ബാസത്തിമ്രാത്തുൽ അജൂസു സൂഇല ഖൗമിഹാ, മോശക്കാരിയായ സുനബിയായ അദ്ദേഹത്തിന്റെ ഭാര്യ അവളുടെ ജനതയിലേക്ക് ആളെ അയച്ചു. എന്നിട്ട് ഫഅലമത്തുഹും ബി അളിയാഫി ലൂത്ത്, ലൂത്ത് നബിയുടെ അതിഥികളെ പറ്റി അവർക്ക് വിവരം നൽകി. ഫഅഖ്ബലു യുഹ്റഊന ഇലൈഹി മിൻ കുല്ലി മക്കാ, അപ്പോൾ എല്ലാ സ്ഥലത്തും അവർ ഓടിക്കൂടി ഇങ്ങോട്ട് വന്നു. ഫഅലഖ ലൂത്തൻ ദൂനഹു അൽ ബാബ, അപ്പോൾ ലൂത്ത് നബി വാതിൽ അടച്ചു, അവരെ വിട്ട് വാതിൽ അടച്ചു. ഫജഅലു യുഹാവിലൂന കസ്റൽ ബാബ്, അവരാകട്ടെ വാതിൽ പൊട്ടിക്കാൻ അടുത്തു. വദാലിക ആശിയത്ത്, അത് വൈകുന്നേരമായി. ലൂത്ത് അലൈഹിസ്സലാം യുദാഫി വയുമാനിഹും ദൂന ദിയാഫിഹി, ലൂത്ത് നബി ആകട്ടെ അവരെ തടയും, ഈ അതിഥികളെ വിട്ട് അവരെ തടയുന്നുണ്ട്. വയഖൂലു ലഹും, അദ്ദേഹം അവരോട് പറഞ്ഞു, ഹൗലായി ബനാത്തി ഐ നിസാഅഹും, ഹൗലായി ബനാത്തി എന്ന് വെച്ചാൽ എൻ്റെ പെൺമക്കള് ഇവിടെ, ഹൗലായി ബനാത്തി അയ്യനി നിസാഅഹും, അവരുടെ പെണ്ണുങ്ങളെ നോക്കാൻ അല്ലേ, നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ സ്ത്രീകളെ വിവാഹം കഴിക്കുക എന്നാണ് അദ്ദേഹം അവരോട് പറഞ്ഞത്. പക്ഷെ ഇങ്കുന്തും ഫായിലീൻ, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ. അപ്പൊ അവരെന്താ പറഞ്ഞത്? ഖാലു, അവർ പറഞ്ഞു, ലഖദ് അലിംത മാലനാ ഫി ബനാതിക മിൻ ഹഖ്, നിന്റെ ലൈസ ലനാ ഫീഹി നഗ്റു, ഞങ്ങൾക്ക് അവരിൽ ഒരു ആവശ്യമില്ല. ഫഇന്നക ലതഅലമു മാ നുരീദ്, നിനക്കറിയാമല്ലോ ഞങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. അത് ഹൂദ് സൂറത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് ഹിജ്റിലൊക്കെ വന്ന ആയത്തുകളാണ്. അങ്ങനെ ഫലമസ്തദ്ദൽ ഹാല്, അങ്ങനെ അവസ്ഥ ശക്തിയായപ്പോൾ വാബവുമില്ല ദുഖൂല, അവരകത്തേക്ക് കടന്നാലേ അവർക്ക് പറ്റുള്ളൂ, അവരതല്ലാതെ സമ്മതിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഖറജ അലൈഹിം ജിബ്രീൽ അലൈഹിസ്സലാം അവരിലേക്ക് ചെന്നു. ഫളറബ അഅയുനഹും ബിതുറഫി ജനാഹിഹി, അദ്ദേഹത്തിന്റെ വാലിന്റെ അറ്റം കൊണ്ട് അവരുടെ കണ്ണുകളെ ഒന്ന് അടിച്ചു. അപ്പൊ ഫൻതമസത്ത് അയുന, അവരുടെ കണ്ണുകൾ എന്ത് ചെയ്തു? കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു. യുഖാലിന ഗാറത്ത് മിൻ വുജൂഹിഹിം വഖീല ഇന്നഹു ലം തബഖ ലഹും അയൂനുൻ ബിൽ കുല്ലിയ, പറയപ്പെട്ടിട്ടുണ്ട് കണ്ണ് മൊത്തത്തിൽ കണ്ണെന്ത് ബാക്കിയായില്ല. ഫറജു അലാ അദ്ബാരിഹിം യതഹസ്സസു ബിൽ ഹൈത്വാനി വയതവദ്ദഊന ലൂത്തൻ അലൈഹിസ്സലാം ഇല സബാഹ്. അങ്ങനെ അപ്പോൾ അവരെന്ത് ചെയ്തു? അവര് അവിടുന്ന് മടങ്ങിപ്പോയി അല്ലേ. വയതവദ്ദഊന, മലക്കുൽ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനോട് പ്രഭാതത്തിൽ എന്ത് ചെയ്തു? എന്താണ്, അങ്ങനെ മലക്ക് അവരുടെ അടുത്തുനിന്ന് പോയി. മലക്കുകൾ ശരിക്കും ഇബ്രാഹിം നബിയുടെ അടുത്തേക്ക് വന്ന സമയത്ത് ലൂത്ത് നബിയുടെ അടുത്ത് കയറിയതാണ് ഇവരെ പരീക്ഷിക്കാൻ വേണ്ടി. അവരെ തൊട്ട് അഴിഞ്ഞു പോകാത്ത അദാബ് അവരിൽ പ്രഭാതത്തിൽ അവർക്ക് സംഭവിച്ചു. ഫദൂഖു അദാബി വനുദുർ, ആയത്ത് പറഞ്ഞു ഫദൂഖു അദാബി വനുദുർ. അള്ളാഹ് അവരോട് പറയാം, നിങ്ങൾ എൻ്റെ ശിക്ഷയും എൻ്റെ മുന്നറിയിപ്പുകളെ നിങ്ങൾ രുചിച്ചു കൊള്ളുക. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ, അതാ 40-ാമത്തെ ആയത്ത് അല്ലേ. ഖുർആനെ നാം സ്മരിക്കാൻ വേണ്ടി, ഓർമ്മക്ക് വേണ്ടി നാം എളുപ്പമാക്കി. ഫഹൽ മിൻ മുദ്ദക്കിർ, അത് ചിന്തിക്കുന്നവനുണ്ടോ? അപ്പൊ 33 മുതൽ 40 വരെ ലൂത്ത് നബിയുടെ ജനതയുടെ നാശത്തെ പറ്റിയാണ് പറഞ്ഞത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.